ബിദിരി ആർട്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബിദാറിൻ്റെ സ്വന്തം ബിദിരി ആർട്ട് അന്വേഷിച്ച് കുറച്ച് അലയേണ്ടി വന്നെങ്കിലും സ്റ്റേറ്റ് അവാർഡ് വിന്നറായ രാജ്കുമാർ നാഗേശ്വർ എന്ന ക്രാഫ്റ്റ്മാൻ്റെ കടയിൽ തന്നെ നമ്മൾ എത്തിച്ചേർന്നു. കർണാടകയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതീകമാണ് ബിദിരി ആർട്ട്. 14ാം നൂറ്റാണ്ടിൽ കർണാടകയിലെ ബിദാർ നഗരത്തിലാണ് ഈ കല ആരംഭിച്ചത്. പേർഷ്യൻ കലാകാരന്മാരാണ് ഈ ശൈലി ഇവിടെ പരിചയപ്പെടുത്തിയത്. ബാമിനി സുൽത്താൻമാരുടെ കാലത്ത് കൊട്ടാരങ്ങളിലെ അലങ്കാര വസ്തുക്കളായും സമ്മാനങ്ങളായും ഇത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഹൈദരാബാദ് നിസാമുകളുടെ കാലത്ത് ഈ കല ബിദാറിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വ്യാപിക്കുകയും വലിയ പ്രചാരം നേടുകയും ചെയ്തു. സിങ്ക്, കോപ്പർ ഇവയുടെ മിശ്രിതമാണ് ഇതിൻ്റെ പ്രധാന ലോഹം. മോൾഡിംഗ്, ഡിസൈനിങ്, ഇൻലേയിങ് അഥവാ വെള്ളി പതിക്കൽ, ഓക്സിഡേഷൻ തുടങ്ങി 8-10 ഘട്ടങ്ങളിലായിട്ടാണ് ബിദ്രി വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ഇദ്ദേഹം ഒരു വിഗ്രഹത്തിന്റെ പണിയിലാണ്. കറുത്ത ലോഹത്തിന്റെ മേൽ വെള്ളി കൊണ്ടുള്ള സൂക്ഷ്മമായ ഡിസൈനുകൾ ഒരു രാജകീയ ഭംഗി തന്നെയാണ് നൽകുന്നത്. पहले होगा प्लेन, ऐसे होगा, ये मेटल रहेगा. इसको क्या है 100 पीस 200 पीस अगर ऑर्डर आते हैं ना तो ऐसे उसको ट्रेस मार लेते हैं पहले. डिज़ाइन डालने की मतलब टाइम कम होता है ना. देखिए एक डिज़ाइन डालते बैठेंगे तो टाइम चले जाएगा. तो ट्रेस मारेंगे तो उसके ऊपर ही फिर टेम्प्रोरी कलर आता है, नीला तोता बोलते हैं, वो कॉपर सरपेट को लगा लेके फिर डिज़ाइन डाल के हाथ से काम करते हैं. फिर बाद में से फिनिशिंग होगा, वो पास में बफिंग होता है, फिनिशिंग होगा. उसके बाद बिदर के किले में तो पहले ग्रूविंग करते हैं, जैसे हाथ से डिज़ाइन डाल के ग्रूविंग करते हैं, कार्विंग. उसके बाद क्या है चांदी का वायर देते हैं, उसमें प्लस करते हैं. ये ब्रास है, पित्तल बोलते हैं ना, ये चांदी और पित्तल का कॉम्बिनेशन. ഈ കലയുടെ നിർമ്മാണം വളരെ ശ്രദ്ധയോടെയാണ് ആരംഭിക്കുന്നത്. സിങ്കും കോപ്പറും ചേർത്ത് ആദ്യം ഒരു ലോഹം തയ്യാറാക്കുന്നു. ശേഷം അതിൻ്റെ മേൽ കൈകൊണ്ട് സൂക്ഷ്മമായ പാറ്റേണുകൾ കൊത്തി വരയ്ക്കുന്നു. അതിനുശേഷം വെള്ളി വയർ ആ കൊത്തിയ ഇടങ്ങളിൽ പതുക്കെ പതിപ്പിക്കുന്നു. ഇതാണ് ഈ കലയുടെ ഏറ്റവും ക്ഷമയും ശ്രദ്ധയും ആവശ്യമായ ഘട്ടം. പിന്നീട് ബിദാർ ഫോർട്ടിലെ പ്രത്യേക മണ്ണും അമോണിയം ക്ലോറൈഡും ഉപയോഗിച്ച് ഈ വസ്തുക്കൾക്ക് ശാശ്വതമായ കറുപ്പ് നിറം നൽകുന്നു. ഇത് മറ്റൊരു ക്രാഫ്റ്റ്മാനും അദ്ദേഹത്തിന്റെ വർക്കുമാണ്. വളരെ പ്രയാസകരവും സൂക്ഷ്മവുമായ കരകൗശല ജോലിയാണിത്. ബിദ്രി വർക്കിന് GI ടാഗും ലഭിച്ചിട്ടുണ്ട്. ആഭരണങ്ങൾ, അലങ്കാരപ്പെട്ടികൾ, ഫ്ലവർ വേസുകൾ, അങ്ങനെ പോകുന്നു ബിദ്രി ഉൽപ്പന്നങ്ങൾ. ഞാനും വാങ്ങി ഒരു ബ്യൂട്ടിഫുൾ ബാംഗിൾ.